പുല്ലൂരിൽ 6 കിലോ കഞ്ചാവുമായി 3 പേർ പോലീസ് പിടിയിൽ. വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത്. മനക്കുടി പുള്ള് പാലത്തിന് സമീപം പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലം കയ്യേറി റോഡരികിൽ തട്ടുകട നിർമ്മാണം. തട്ടുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെട്ട് അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത്. ഗുരുവായൂരിൽ റെക്കോർഡ് താലികെട്ട്. ക്ഷേത്രസന്നിധിയിൽ നടന്നത് 334 വിവാഹങ്ങൾ. കൃഷിക്ക് പമ്പിംഗ് നടത്താൻ ലക്ഷ്യമിട്ട് ചാഴൂർ പഞ്ചായത്തിലെ പുള്ളിൽ പൈലറ്റ് പ്രോജക്റ്റായി സ്ഥാപിച്ച സോളാർ പ്ലാന്റ് നോക്കുകുത്തിയായി. അനർട്ടിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി കർഷകർ. പുല്ലൂരിൽ ഹോട്ടലിന്റെ കാർ പാർക്കിൽ നിന്നും 6 കിലോഗ്രാം കഞ്ചാവ് സഹിതം 3 പേർ പോലീസിന്റെ പിടിയിലായി. ഉല്ലൂർ പെരുവാംകുളങ്ങര സ്വദേശി പുളിക്കത്തറ വിവേക്, കൊല്ലം പാരിപ്പള്ളി സ്വദേശികളായ സമീത് മോൻ, ശശിധരൻ എന്നിവരാണ് പിടിയിലായത്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 3 പേരും പിടിയിലായത്. വിവേകിനും സമീത് മോനും പാലക്കാട് ജില്ലയിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് കേസുകൾ നിലവിലുണ്ട്. മലമ്പുഴ ജയിലിൽ വെച്ച് ഇരുവരും പരിചയപ്പെട്ടതിനു ശേഷം ഒരുമിച്ച് കഞ്ചാവ് കടത്ത് ആരംഭിക്കുകയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നെത്തിച്ച കഞ്ചാവ് വിവേകിന് കൈമാറാനാണ് സമീതും ശശിധരനും ഉല്ലൂരിലെത്തിയത്. വിനോദസഞ്ചാരികളുടെ ഇഷ്ടയിടമായ വനക്കുടി പുള്ള് പാലത്തിനു സമീപം റോഡരികിൽ തട്ടുകടകൾ സ്ഥിരം സംവിധാനമായി സ്ഥാപിക്കുന്നു. നടപടി ആവശ്യപ്പെട്ട് പഞ്ചായത്തും പാടശേഖര സമിതിയും. ജലസവാരിക്കും കായൽ ഭംഗി ആസ്വദിക്കുവാനുമായി എത്തുന്ന സഞ്ചാരികളെ ലക്ഷ്യമിട്ട് പരിസരത്ത് നിരവധി തട്ടുകടകൾ വർഷങ്ങളായി പ്രവർത്തിക്കുന്നതിന് പുറമെയാണ് പുതിയവ സ്ഥിര സംവിധാനമായി സ്ഥാപിച്ചിരിക്കുന്നത്. PW റോഡിന്റെ സ്ഥലം കയ്യേറി സ്ഥിര നിർമ്മാണം നടത്തുന്ന തട്ടുകടകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അരിമ്പൂർ പഞ്ചായത്ത് അധികൃതർ PWDക്ക് കത്ത് നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. പക്ഷേ കച്ചവട സ്ഥാപനങ്ങൾ ഒരു 5-8 മാസമായിട്ട് കച്ചവടം ഒന്നും നടത്തുന്നില്ല. പക്ഷേ ഓരോ സ്ഥലങ്ങൾ ഇവിടെ പിടിച്ചിടാണ്. അവിടെ വലിയ വേസ്റ്റും കാര്യങ്ങളും കൊണ്ടുവരുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പെർമനൻ്റായിട്ട് ഇവിടെ ഇരുമ്പ് പൈപ്പുകൾ ഷീറ്റ് അടിച്ച് പെർമനൻ്റായിട്ട് സ്ഥാപിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ അവിടെ ഓരോ ഷെഡുകൾ നമുക്കറിയാം, നോക്കി കഴിഞ്ഞാൽ അറിയാം, ഓരോ ഷെഡുകൾ 6-7 മാസമായിട്ട് ഒരു കച്ചവടം നടത്താതെ വെറുതെ സ്ഥലം പിടിച്ചിരുന്ന അവസ്ഥയിലാണ് പോകുന്നത്. കുപ്പികൾ, ഇവിടെ കഴിച്ച ഭക്ഷണ സാധനങ്ങളുടെ കുപ്പികളും വേസ്റ്റുകളെല്ലാം ആ പാടശേഖരത്തിൽ വലിച്ചെറിയുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഇവിടെ ഉള്ളത്. ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തി അതിനുവേണ്ട നടപടികൾ എടുക്കണമെന്നാണ് അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പറയാനുള്ളത്. കോൺക്രീറ്റ് കാലുകളും ഇരുമ്പ് കാലുകളും റോഡിൽ ഉറപ്പിച്ച് ട്രസ് വർക്ക് ചെയ്ത് ഷീറ്റ് മേഞ്ഞാണ് ഇവിടെ ചില തട്ടുകടകൾ ഉയർന്നിരിക്കുന്നത്. സായാഹ്നങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഇവയിൽ പലതും തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രമാവുകയും മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുകയും ചെയ്യുന്നുണ്ട്. ഉപയോഗം കഴിഞ്ഞ കുപ്പികൾ ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ തൊട്ടടുത്ത പാടശേഖരത്തിലേക്ക് വലിച്ചെറിയുന്നതിനാൽ കൃഷിയിറക്കാൻ നിലമുറുക്കുന്ന കർഷകർക്ക് കാലിൽ മുറിവേൽക്കുന്നതും പതിവാവുകയാണ്. വഴിയോര കച്ചവടത്തിൻ്റെ പേരിൽ തികച്ചും അനധികൃതമായി നടത്തുന്ന ഇത്തരം സ്ഥിര നിർമ്മാണങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെയും നാട്ടുകാരുടെയും ആവശ്യം. TCV ന്യൂസ്, തൃശ്ശൂർ. ഗുരുവായൂരിൽ റെക്കോർഡ് താലികെട്ട്. ഉച്ചപൂജയ്ക്ക് നട അടയ്ക്കുന്നതുവരെ 334 വിവാഹങ്ങളാണ് ക്ഷേത്രസന്നിധിയിൽ നടന്നത്. 2017 ഓഗസ്റ്റ് 26-ാം തീയതി 277 വിവാഹങ്ങൾ നടന്നതാണ് ഇതുവരെയുള്ള റെക്കോർഡ്. ക്ഷേത്രനടയിൽ തിരക്ക് അനുഭവപ്പെടാത്ത രീതിയിലാണ് വിവാഹങ്ങൾ നടന്നത്. തൊഴാനുള്ള ഭക്തരെ ദീപസ്തംഭത്തിന് അടുത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. ടോക്കൺ ലഭിച്ച വിവാഹ സംഘങ്ങൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം വഴി മണ്ഡപങ്ങൾക്ക് അടുത്തെത്തി. താലികെട്ട് കഴിഞ്ഞവർ ദീപസ്തംഭത്തിന് മുന്നിലൂടെ തെക്കേ നടവഴി പുറത്തിറങ്ങി. തിരക്ക് കണക്കിലെടുത്ത് കർശന നിയന്ത്രണങ്ങളാണ് ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിരുന്നത്. സാധാരണ രാവിലെ 5 മണിക്ക് ആരംഭിക്കുന്ന താലികെട്ട് 4 മണിക്ക് ആരംഭിച്ചു. 4 മണ്ഡപങ്ങളിലായി നടത്താറുള്ള താലികെട്ട് 6 മണ്ഡപങ്ങളിലായാണ് നടത്തിയത്. രാവിലെ 8 മണിയാകുമ്പോഴേക്കും 120 വിവാഹങ്ങൾ നടന്നിരുന്നു. ക്ഷേത്രസന്നിധിയിൽ കനത്ത ഗതാഗത ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. ഇന്നർ ഔട്ടർ റിംഗ് റോഡുകളിൽ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 വരെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ പൂർണ്ണമായും വൺ വേ ആയിരുന്നു. 100ഓളം പോലീസുകാരെയാണ് ക്ഷേത്രനഗരിയിൽ വിന്യസിച്ചത്. കൂടാതെ NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ് വോളണ്ടിയർമാരുടെ സേവനവും ഉണ്ടായിരുന്നു. ദേവസ്വവും നഗരസഭയും പോലീസും ഒന്നിച്ചതോടെ ഗുരുവായൂരിലെ തിരക്ക് നിയന്ത്രണാതീതമായി. സാധാരണ ദിവസങ്ങളിൽ വിവാഹങ്ങളുടെ എണ്ണം 100 എത്തുമ്പോഴേക്കും ക്ഷേത്രനഗരി ഗതാഗത കുരുക്കിലമരുമായിരുന്നു. എന്നാൽ ഇതെല്ലാം പഴങ്കഥയാക്കിയാണ് 334 വിവാഹങ്ങൾ നടന്നത്. ക്ഷേത്രനഗരിയിൽ യാതൊരു ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടില്ല. വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ കൂടുതൽ സ്ഥലം അനുവദിച്ചു. വാഹനങ്ങൾ റോഡരികിൽ നിർത്തിയിട്ടില്ല. ദർശനത്തിന് മാർഗം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല. ദർശനത്തിന് വരി നിൽക്കുന്ന ഭക്തരെ കൊടിമരം വഴി നേരെ നാലമ്പലത്തിലേക്ക് കടത്തിവിട്ടു. ക്ഷേത്രത്തിന് പുറത്ത് കിഴക്കേ നടയിൽ വിവാഹ മണ്ഡപങ്ങൾക്ക് സമീപം അടച്ചിട്ടു. ദീപസ്തംഭത്തിന് മുന്നിൽ നിന്ന് തൊഴാനുള്ളവരെ പ്രധാന വരിപ്പന്തലിലൂടെ കയറ്റിവിട്ടു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ വിനയൻ,
ACP TS സിനോജ് തുടങ്ങിയവർ തിരക്ക് നിയന്ത്രിക്കുവാനായി ഉണ്ടായിരുന്നു. താലികെട്ട് കഴിഞ്ഞവർക്ക് വിവാഹ രജിസ്ട്രേഷനും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല. രാവിലെ 11:30 ആകുമ്പോഴേക്കും വിവാഹ തിരക്ക് അവസാനിച്ചിരുന്നു. കോൾനിലങ്ങളിൽ സോളാർ വൈദ്യുതി ഉപയോഗിച്ച് കൃഷിക്ക് പമ്പിംഗ് നടത്താൻ ലക്ഷ്യമിട്ട് ചാഴൂർ പഞ്ചായത്തിലെ പുള്ളിൽ പൈലറ്റ് പ്രോജക്റ്റായി സ്ഥാപിച്ച സോളാർ പ്ലാന്റ് നോക്കുകുത്തിയായി. അനർട്ടിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി കർഷകർ. 2022 പരീക്ഷണ പമ്പിംഗ് വിജയകരമായി നടത്തിയ സോളാർ പ്ലാന്റാണ് അനർട്ട് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത മൂലം നോക്കുകുത്തിയായത്. 60 ലക്ഷത്തിലേറെ രൂപ ചിലവഴിച്ചാണ് അനർട്ടിന്റെ പദ്ധതി പ്രകാരം കണ്ണൂർ ആസ്ഥാനമായുള്ള റെയ്ഡ്കോ 50 HP വെർട്ടിക്കൽ ആക്സിയൽ പമ്പ് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ സോളാർ വൈദ്യുതി പ്ലാന്റ് പുള്ളുപാടത്ത് സ്ഥാപിച്ചത്. 2019 ആരംഭിച്ച പദ്ധതി പ്രവർത്തനം 2022 വിജയകരമായി പരീക്ഷണ പമ്പിംഗ് നടത്തിയതോടെയാണ് പൂർത്തിയായത്. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി ട്രയൽ റൺ വിജയകരമായിട്ട് നടത്തിയിട്ട് അത് പ്രവർത്തിപ്പിക്കാതെ ഇരിക്കുകയാണ്. ഇത്രയും കാലമായിട്ട് ഉത്തരവാദപ്പെട്ട അനർട്ടിന്റെ ഭാഗത്തുനിന്ന് കോൾ പാടശേഖരങ്ങളെ ഏൽപ്പിക്കുന്നതിനുള്ള യാതൊരു നടപടികളായിട്ടില്ല. അനർട്ടിന്റെ ഭാഗത്തു നിന്നുള്ള നിരുത്തരവാദപരമായിട്ടുള്ള സമീപനങ്ങളാണ് ഇതുവരെ കമ്മീഷൻ ചെയ്യാൻ കഴിയാത്തതിന് കാരണമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തൃശ്ശൂർ പൊന്നാനി കോൾ നിലങ്ങളുടെ മാതൃകാ പദ്ധതിയായിട്ട് വരണമെന്നും തുടർന്ന് എല്ലാ മോട്ടോർ ഷെഡുകളിലേക്കും ഈ സോളാർ വൈദ്യുതിയുടെ പദ്ധതി വ്യാപിപ്പിക്കണമെന്ന് കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സോളാർ പാനലുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന DC കറന്റ് AC ആക്കി മാറ്റിയാണ് 50 HB പമ്പ് പ്രവർത്തിപ്പിക്കുക. സംസ്ഥാനത്തെ പാടശേഖരങ്ങളിൽ കൃഷിക്കായുള്ള പമ്പിംഗ് സൗരോർജ്ജത്തിലേക്ക് മാറ്റി ചെലവ് കുറയ്ക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു പൈലറ്റ് പ്രോജക്റ്റായി പ്ലാന്റ് സ്ഥാപിച്ചത്. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി KSEBക്ക് കൈമാറി വില ലഭ്യമാക്കാനാണ് പദ്ധതി വിഭാവനം ചെയ്തിരുന്നത്. 2022 ട്രയൽ റൺ വിജയകരമായതിനെ തുടർന്ന് കമ്മീഷനിംഗ് ഉടൻ നടത്തുമെന്ന് അനർട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കമ്മീഷനിംഗ് നടന്നില്ല. സോളാർ പ്ലാന്റും അനുബന്ധ ഉപകരണ സംവിധാനങ്ങളും നശിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. സംസ്ഥാനത്തിനൊട്ടാകെ മാതൃകയാകുമായിരുന്ന പദ്ധതി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ട് ഉപയോഗശൂന്യമാകുന്നതിനെതിരെ ആലപ്പാട് പുള്ളുപടവിലെ കർഷകർ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. TCV ന്യൂസ്, തൃശൂർ. കൊടുങ്ങല്ലൂരിന് സമീപം ശ്രീനാരായണപുരത്ത് H1N1 ബാധിച്ച് ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. ശ്രീനാരായണപുരം ശംഖുബസാർ കൈതക്കാട്ട് 54 വയസ്സുള്ള അനിലാണ് മരിച്ചത്. പനിയും ചുമയും ബാധിച്ച് ചികിത്സയിലായിരുന്ന അനിലിന് ഓഗസ്റ്റ് 23 H1N1 സ്ഥിരീകരിച്ചത്. ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലായതിനെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. തിരുവല്ലാമല മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ 4 ഭണ്ഡാരങ്ങളും വഴിപാട് കൗണ്ടറും കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയിട്ടുള്ളത്. കാലത്ത് നട തുറക്കാനെത്തിയവരാണ് മോഷണം നടന്നതായി അറിഞ്ഞത്. 10,000-ഓളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസം കൊണ്ടാഴി തളി ശിവപാർവതി ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു. ഇവിടെ നിന്നും നിലവിളക്കാണ് മോഷണം പോയിരിക്കുന്നത്. 2 മാസം മുൻപ് തിരുവല്ലാമല വില്വാതിരിനാഥ ക്ഷേത്രത്തിലും മോഷണം നടന്നിട്ടുണ്ട്. മേഖലയിൽ കുറച്ചു നാളുകളായി ക്ഷേത്രങ്ങളിൽ മോഷണം നടന്നുവരുന്നതിനാൽ പോലീസ് രാത്രികാല പട്രോളിംഗ് ഊർജിതമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സർക്കാർ ഓഫീസുകളും ദേവാലയങ്ങളും കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന യുവാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം രാമമംഗലം മഞ്ഞപ്പള്ളിക്കാട്ടിൽ അനിലാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ തിങ്കളാഴ്ച വെള്ളറക്കാട് മരത്തങ്കോട് പ്രദേശങ്ങളിൽ പരക്കെ മോഷണം നടന്നിരുന്നു. വെള്ളറക്കാട് വില്ലേജ് ഓഫീസ്, വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിലെ ഗ്രോട്ടോയിലെ ഭണ്ഡാരം, മനപ്പടി സെന്റ് സെബാസ്റ്റ്യൻ കപ്പളയിലെ ഭണ്ഡാരം, മരത്തങ്കോട് മേരിമാത പള്ളിക്ക് കീഴിലുള്ള സെന്റ് സേവിയർ കുരിശുപള്ളിയിലെ ഭണ്ഡാരം, ചൊവ്വന്നൂർ മാവേലി സ്റ്റോർ, കള്ളുഷാപ്പ് എന്നിവ കുത്തിത്തുറന്ന് മോഷണം നടന്നിരുന്നു. വെള്ളറക്കാട് വില്ലേജ് ഓഫീസ് മോഷണം സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. വില്ലേജ് ഓഫീസിലെ മോഷണം താനാണ് നടത്തിയതെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. SI U മഹേഷ്, ASI MK ഷാജു, SCP O സുരേഷ് ബാബു, CPO VB പ്രശാന്ത്, T സുഭാഷ് തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പാലിയേക്കര ടോൾ പ്ലാസയിൽ വൻ ഗതാഗത കുരുക്ക്. ആയിരക്കണക്കിന് യാത്രക്കാർ ദുരിതത്തിലായി. ഓണത്തിന് മുൻപുള്ള ഞായറാഴ്ച നിരവധി വിവാഹങ്ങൾ നടന്ന ദിവസം കൂടിയായപ്പോൾ 100 കണക്കിന് വാഹനങ്ങളാണ് ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിൽപ്പെട്ടത്. വാഹനങ്ങളുടെ നിര 100 മീറ്ററിൽ കൂടുതലായാൽ ടോൾ ബൂത്ത് തുറന്നുവിടണമെന്ന വ്യവസ്ഥ കഴിഞ്ഞ മാസമാണ് ദേശീയപാത അതോറിറ്റി പിൻവലിച്ചത്. ഇതോടെ എല്ലാ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിച്ചതിനു ശേഷമേ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ എന്ന കർശന നിലപാടിലായിരുന്നു ടോൾ പ്ലാസ അധികൃതർ. വൈകിട്ടോടെ തലൂർ മേൽപ്പാലം വരെയും മണലിപ്പാലം കടന്നും വാഹനങ്ങളുടെ നിരയെത്തി. ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാകുമ്പോൾ ടോൾ ബൂത്ത് തുറന്നുവിടാൻ നടപടി ഉണ്ടാകണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു.
അപ്പോളോ ടയേഴ്സിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയ ടയറുകൾ മറച്ചുവിറ്റ കേസിൽ ലോറി ഡ്രൈവർ അറസ്റ്റിലായി. പത്തനംതിട്ട സ്വദേശി ബേബിയെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 22-ാം തീയതി പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൽ നിന്ന് ടയർ ലോഡുമായി ഇയാൾ ബാംഗ്ലൂർക്ക് പോയിരുന്നു. ഈ ലോറിയിൽ നിന്ന് 125 ടയറുകൾ ബേബി മറച്ചുവിറ്റുവെന്ന് കമ്പനി മാനേജർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബേബിയെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ മറച്ചുവിറ്റ ടയറുകൾ കോയമ്പത്തൂർ ചാവടി ഭാഗത്തു നിന്ന് പോലീസ് കണ്ടെടുത്തു. എരുമപ്പെട്ടിയിൽ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വ്യാപാരി മരിച്ചു. മരത്തങ്കോട് കിടങ്ങൂർ ചിറ്റിലപ്പള്ളി വീട്ടിൽ 68 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് കരിയന്നൂർ പാടശേഖരത്തിന് സമീപം സ്കൂട്ടറിൽ നിന്ന് വീണ് അബോധാവസ്ഥയിലായ നിലയിൽ ബാബുവിനെ കണ്ടത്. രക്തസമ്മർദ്ദം കൂടിയതാണോ മറ്റേതെങ്കിലും വാഹനം ഇടിച്ചിട്ട് പോയതാണോ എന്ന് വ്യക്തമല്ല. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാൾ ഭക്തി നിർഭരമായി. ഞായറാഴ്ച രാവിലെ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന നടന്നു. തുടർന്ന് യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ മെറിറ്റ് അവാർഡും നിറപുഞ്ചിരി ചികിത്സാ സഹായ വിതരണവും നടന്നു. ഉച്ചയ്ക്ക് ശേഷം മേഖലയിലെ വിവിധ പ്രാദേശിക പെരുന്നാൾ ആഘോഷങ്ങളും കൊടിയും സ്ലീബായുമേന്തിയുള്ള പ്രദക്ഷിണവും നടന്നു. വികാരി ഫാദർ VM ഷാമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ് കൈസ്ഥാനി, PV ഷാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ആർത്താറ്റ് പള്ളി പെരുന്നാളിന് കച്ചവടത്തിനെത്തിയ കച്ചവടക്കാരന് മർദ്ദനം. മധുരപലഹാരങ്ങൾ വിൽപ്പന നടത്തുന്ന കുന്നംകുളം വലിയങ്ങാടി സ്വദേശി രാജീവിനാണ് മർദ്ദനമേറ്റത്. ഒരു കൂട്ടം ആഘോഷ കമ്മിറ്റിക്കാരാണ് മർദ്ദിച്ചതെന്ന് രാജീവ് പറഞ്ഞു. മർദ്ദനത്തിൽ മുഖത്തുൾപ്പെടെ പരിക്കേറ്റ രാജീവ് ആശുപത്രിയിൽ ചികിത്സ തേടി. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാള ഹോളി ഗ്രേസ് പോളിടെക്നിക്കിലെ വിദ്യാർത്ഥിയെ ക്ലാസിൽ വെച്ച് ഇരുമ്പുവടി കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി. സുഹൃത്തിനെ ദേഹോപദ്രവം ചെയ്യുന്നത് തടയാനെത്തിയ 5ാം സെമസ്റ്റർ വിദ്യാർത്ഥി അഭിഷേകിനെയാണ് അതേ കോളേജിലെ വിദ്യാർത്ഥികൾ ആക്രമിച്ചത്. മെക്കാനിക്കൽ വിഭാഗം 3ാം സെമസ്റ്റർ വിദ്യാർത്ഥികളായ 5 പേരാണ് ആക്രമിച്ചതെന്ന് അഭിഷേക് പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. നെറ്റിയിൽ ആഴത്തിൽ മുറിവേറ്റ അഭിഷേക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമിച്ച 5 പേർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. കുന്നംകുളം നഗരസഭയ്ക്ക് കീഴിലുള്ള പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ എൽ ഷേപ്പ് ബിൽഡിംഗിലെ വ്യാപാര കേന്ദ്രങ്ങൾക്ക് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന പൂമരം മുറിച്ചുമാറ്റണമെന്ന ആവശ്യവുമായി വ്യാപാരികൾ. സമീപത്തെ താലൂക്ക് ആശുപത്രി കോമ്പൗണ്ടിലെ പൂമരമാണ് എൽ ഷേപ്പ് ബിൽഡിംഗിലെ കെട്ടിടത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത്. ഇതോടെ മരത്തിന്റെ കൊമ്പുകൾ ഏതു സമയവും വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുകളിലേക്ക് വീഴുമെന്ന അവസ്ഥയിലാണ്. മരത്തിന്റെ ചില്ലകൾ തട്ടി വ്യാപാര സ്ഥാപനങ്ങളുടെ ജനൽ ഉൾപ്പെടെയുള്ളവയുടെ ചില്ലുകൾ തകരുമെന്ന ഭീതിയിലാണ് വ്യാപാരികൾ. സംഭവത്തിൽ നഗരസഭാ അധികൃതരും താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനും പരാതി നൽകിയിട്ടുണ്ട്. 3 മാസം പിന്നിട്ടിട്ടും നടപടിയില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു. മരത്തിന് സമീപത്ത് അപകട ഭീഷണിയായി നിൽക്കുന്ന കെട്ടിടം പൊളിച്ചുമാറ്റാതെ മരം മുറിക്കാനാവില്ലെന്നാണ് നഗരസഭാ അധികൃതരുടെ നിലപാട്. കുന്നുകുളം അഞ്ഞൂർ പാർക്കാടി അമ്പലത്തിന് സമീപം നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് ബൈക്ക് യാത്രികന് പരിക്ക്. അഞ്ഞൂർ സ്വദേശി ഷാജനാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത്. കുന്നുകുളം ഭാഗത്ത് നിന്ന് അഞ്ഞൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കിന് മുൻപിലേക്ക് നായ ചാടിയതിനെ തുടർന്ന് ബൈക്ക് പെട്ടെന്ന് വെട്ടിച്ചതോടെ നിയന്ത്രണം വിട്ട് ബൈക്ക് മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ശ്രീനാരായണപുരം വെമ്പലൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഭരണം നിലനിർത്തി. കോൺഗ്രസ് പാനൽ മത്സരരംഗത്തുണ്ടായിരുന്നുവെങ്കിലും LDF സ്ഥാനാർത്ഥികൾ മികച്ച ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് LDFന്റെ ആഭിമുഖ്യത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. KK അബീദ് അലി, CN സതീഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിനയവും ലാളിത്യവുമായിരിക്കണം പൊതുപ്രവർത്തകന്റെ മുഖമുദ്രയെന്ന് ധാർഷ്ട്യം വർജിക്കണമെന്നും CPI ദേശീയ കൺട്രോൾ കമ്മീഷൻ അംഗവും അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ സെക്രട്ടറിയുമായ സത്യൻ മുഖേരി പറഞ്ഞു. E. ഗോപാലകൃഷ്ണ മേനോന്റെ 28ാം ചരമവാർഷിക ദിനാചരണവും ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് MLA തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ 75ാം വാർഷികാഘോഷവും കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPI സംസ്ഥാന കൌൺസിൽ അംഗം KG ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, MLAമാരായ VR സുനിൽകുമാർ, ET ടൈസൺ തുടങ്ങിയവർ സംസാരിച്ചു.
വേലൂർ ഗവൺമെന്റ് രാജ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു. സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. AC മൊയ്തീൻ MLA അധ്യക്ഷനായി. MP.K. രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, അംഗങ്ങളായ ജലീൽ ആദൂർ, AV വല്ലഭൻ, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് തുടങ്ങിയവർ സംസാരിച്ചു. എന്ന ഒരു മിഷൻ പ്രവർത്തനം നാടിന്റെ ആകെ പങ്കാളിത്തത്തോടെ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിനായി സംഘടിപ്പിച്ചു. അതിന്റെ ഫലമായി വലിയ മാറ്റം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാവുകയും ആ മാറ്റത്തിൻ്റെതായ ഗുണഫലങ്ങൾ ഈ വിദ്യാലയം നടത്തുന്ന ലഡാക്കിൽ വീരമൃത്യു വരിച്ച പോലീസ് രക്തസാക്ഷികൾക്ക് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ മനോജ് യാദവിന്റെ നേതൃത്വത്തിലാണ് വിവിധ സംസ്ഥാന പോലീസിന്റെയും കേന്ദ്ര സായുധ പോലീസ് സേനകളുടെയും പ്രതിനിധീകരിച്ച് വീര രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. കേരള പോലീസിനെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ പോലീസ് സർവീസിലെ മെറിൻ ജോസഫ് ഉൾപ്പെടെ 28-അംഗ പോലീസ് ഉദ്യോഗസ്ഥ സംഘമാണ് ലഡാക്കിലെ ഹോട്ട് സ്പ്രിംഗ്സ് സ്മാരകത്തിൽ ഒത്തുകൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചത്. ചേലക്കര നിയോജകമണ്ഡലത്തിലെ പഴമ്പാലക്കോട് പാലത്തിന്റെ പുനർനിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. MP.K. രാധാകൃഷ്ണൻ ശിലാഫലക അനാച്ഛാദനം നിർവഹിച്ചു. PP സുമോദ് MLA, തിരുവല്ലമല പഞ്ചായത്ത് പ്രസിഡന്റ് K. പത്മജ, തരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് E. രമണി തുടങ്ങിയവർ സംസാരിച്ചു. പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് 425 ലക്ഷം രൂപയുടെ സാങ്കേതിക അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം പഴമ്പാലക്കോട് റോഡ് നിർമ്മാണത്തിനായി 4.5 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ചേലക്കര നിയോജകമണ്ഡലത്തിലെ പഴമ്പാലക്കോട് പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയാണ്. എല്ലാവരുടെയും സമ്മതത്തോടെ പഴമ്പാലക്കോട് പാലത്തിൻ്റെ പുനർനിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലായ പാലത്തിന് പുനർനിർമ്മാണമാണ് നടക്കുന്നത്. 24 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുള്ള മികച്ചൊരു പാലം യാഥാർത്ഥ്യമാവുകയാണ്. ജനങ്ങൾക്ക് നടന്നു പോകാനാകുന്ന നടപ്പാതയോടുകൂടിയ പാലമാണ് ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഈ നാടിൻ്റെ വികസനത്തിന് ഈ പാലത്തിൻ്റെ പുനർനിർമ്മാണം ഏറെ സഹായകരമാകുമെന്ന് ഉറപ്പുണ്ട്. ഈ നിയോജകമണ്ഡലത്തിൻ്റെ വികസനത്തിനായി MLAയും മന്ത്രിയുമായിരുന്ന ശ്രീ K. രാധാകൃഷ്ണൻ നടത്തിയ ശ്രമം പ്രത്യേകമായി പരാമർശിക്കപ്പെടേണ്ടതാണ്. കേരള കലാമണ്ഡലം ഭരണാധികാരികൾക്കെതിരെ മുൻ രജിസ്ട്രാർ രംഗത്ത്. 1.5 പതിറ്റാണ്ട് മുൻപ് നടന്ന ഓഡിറ്റ് തടസ്സത്തിന്റെ പേരിൽ മാനസിക പീഡനം നടത്തുകയാണെന്ന് ഡോക്ടർ NR ഗ്രാമപ്രകാശ്. കലാമണ്ഡലത്തിലെ അഴിമതിക്കും ദുർനയങ്ങൾക്കുമെതിരെ സംസാരിച്ചതാണ് ഇപ്പോഴത്തെ അധികാരികളെ ചൊടിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. 17 വർഷം മുൻപുണ്ടായ ഓഡിറ്റ് തടസ്സം കുത്തിപ്പൊക്കിയാണ് തുടരെ തനിക്ക് നോട്ടീസ് അയക്കുന്നത്. 18% പലിശ സഹിതം 30,000 രൂപ തിരിച്ചടപ്പിക്കുമെന്നാണ് കത്തിലെ ഭീഷണി. കോൺഗ്രസ് ഭരണകാലത്ത് പോലുമില്ലാത്ത നടപടിയാണ് തനിക്ക് നേരിടേണ്ടി വരുന്നതെന്നും ഭീഷണിക്ക് വഴങ്ങില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ 40,000-ഓളം വരുന്ന രൂപ തരുന്ന കാര്യം പറയുന്ന സമയത്ത് 17 വർഷം മുൻപ് ഞാൻ അവിടെ രജിസ്ട്രാർ ആയിരുന്ന സമയത്ത് അന്നത്തെ എക്സിക്യൂട്ടീവ് ബോർഡിന്റെയും അന്നത്തെ ചെയർമാനായിരുന്ന പ്രൊഫസർ ONV കുറുപ്പിന്റെയും അനുവാദത്തോടു കൂടി ഞാൻ എടുത്ത ഒരു 30,000 രൂപ ഓഡിറ്റ് ഒബ്ജക്ഷൻ ആയിരുന്നു. ആ ഓഡിറ്റ് ഒബ്ജക്ഷൻ ചൂണ്ടിക്കാണിച്ച് അത് എത്രയും പെട്ടെന്ന് 18% ഇൻട്രസ്റ്റോടു കൂടി ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് എന്ന രീതിയിലുള്ളൊരു മറുപടിയാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കത്തയച്ച് മാനസികമായി പീഡിപ്പിക്കുക, ഇത് വൈരാഗ്യ ബുദ്ധിയാണ്. അതേസമയം 30 വർഷം മുൻപുള്ള ഓഡിറ്റ് തടസ്സങ്ങളിൽ പലതും റവന്യൂ റിക്കവറി ആയിട്ടുണ്ടെന്നും ഇതിലൊന്നും യാതൊരുവിധ നടപടിയും നിലവിൽ ഉണ്ടായിട്ടില്ലെന്നും ഇപ്പോഴത്തെ രജിസ്ട്രാർ ഓഡിറ്റ് ഒബ്ജക്ഷൻ വകവെക്കാതെയും സർക്കാർ അനുമതിയില്ലാതെയും മാസം തോറും 3 വർഷമായി 70,000-ലേറെ രൂപ കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇക്കാര്യങ്ങളെല്ലാം ജനങ്ങളുടെയും സർക്കാരിൻ്റെയും കോടതിയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരും. തനിക്കെതിരെയുള്ള നോട്ടീസ് പിൻവലിച്ചില്ലെങ്കിൽ വള്ളത്തോളിന്റെ ജന്മദിനമായ ഒക്ടോബർ 16-ന് ഉപവാസമിരിക്കുമെന്നും ഗ്രാമപ്രകാശ് പറഞ്ഞു. TCV ചെറുതുരുത്തി. മറ്റത്തൂർ പഞ്ചായത്തിലെ ആയുഷ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും വയോജന ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു. വെള്ളിക്കുളങ്ങര പോലീസ് SHO K. കൃഷ്ണൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS നിജിൽ, വാർഡംഗം KS സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു.
മുൻ ആലത്തൂർ MP രമ്യ ഹരിദാസ് വാർഷിക പദ്ധതിയിൽ അനുവദിച്ച 10 ലക്ഷം രൂപ ഉപയോഗിച്ച് എരുമപ്പെട്ടി പഞ്ചായത്തിലെ 2ാം വാർഡിൽ നിർമ്മിച്ച ഉമിക്കുന്ന് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. വാർഡംഗം സുധീഷ് പറമ്പിൽ, ബ്ലോക്ക് അംഗങ്ങളായ ഡോക്ടർ VC ബിനോജ്, MM സലീം തുടങ്ങിയവർ സംസാരിച്ചു. ടാങ്ക് നിർമ്മിക്കാൻ സ്ഥലം സൗജന്യമായി നൽകിയ വടക്കേക്കര ലീലയെ ചടങ്ങിൽ ആദരിച്ചു. തെക്കുംകര വിരുപ്പാക്കയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ അകാരണമായി സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. വിരുപ്പാക്ക സ്വദേശി വിഷ്ണു, വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു. മാനിനെ വേട്ടയാടിയതിന് വിഷ്ണു അറസ്റ്റിലായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നിർദ്ദേശത്തെ തുടർന്നാണ്. ഇന്ന് വൈരാഗ്യത്തിലാണ് ആക്രമണമുണ്ടായതെന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. മേലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം നൽകുന്ന 10 കറവ പശുക്കളുടെ വിതരണ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് നിർവഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. KS മണി, ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ N. വീണ തുടങ്ങിയവർ സംസാരിച്ചു. ചോദ്യനാളിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ തീർത്ത ആനന്ദനൃത്തമാടുന്ന കണ്ണന്റെ പൂക്കളം ശ്രദ്ധേയമായി. കിഴക്കേ നടയിലെ അമ്പാടി കൂട്ടായ്മയുടെ വക വഴിപാടായാണ് പൂക്കളമൊരുക്കിയത്. ക്ഷേത്രത്തിലെ വിവാഹ തിരക്ക് കണക്കിലെടുത്ത് സാധാരണ പൂക്കളമിടുന്ന ഭാഗത്തു നിന്നും കിഴക്കേ ക്ഷേത്ര ഗോപുരത്തിന് തൊട്ടുമുന്നിലായിട്ടായിരുന്നു പൂക്കളമൊരുക്കിയത്. പുത്തഞ്ചിറ സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ 7 കലാകാരന്മാരാണ് പൂക്കളമൊരുക്കിയത്. CPM-ന്റെ കൊടുങ്ങല്ലൂരിലെ മുതിർന്ന നേതാവും കൊടുങ്ങല്ലൂർ നഗരസഭാ മുൻ കൌൺസിലറും പുല്ലൂറ്റ് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറുമായിരുന്ന TA അലിയാരുടെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. ചാപ്പാറ വളവിൽ നടന്ന യോഗത്തിൽ CPM ഏരിയ കമ്മിറ്റി അംഗം മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു. CPM മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി KK അബീദ് അലി, കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, CPI നേതാക്കളായ PP സുഭാഷ്, സുമ ശിവൻ, TR ജിതിൻ, കോൺഗ്രസ് നേതാവ് KP സുനിൽകുമാർ, മുസ്ലിം ലീഗ് നേതാക്കളായ TA നൌഷാദ്, യൂസഫ് പടിയത്ത്, BJP നേതാവും മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ON ജയദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ പരിശുദ്ധ അമലോദ്ഭവ മാതാവിന്റെ 138ാം തിരുനാൾ പ്രവർത്തന കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഹുസൂർ രൂപതാധ്യക്ഷൻ മാർ സെബാസ്റ്റ്യൻ പുഴയിലിപ്പറമ്പിൽ തിരുനാൾ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, സഹവികാരി ഫാദർ അനു ചാലിൽ തുടങ്ങിയവർ സംസാരിച്ചു. നവംബർ 7 മുതൽ 11-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലായാണ് തിരുനാൾ ആഘോഷം. തൃശൂർ പൗരസ്ത്യ കൽതായ സുറിയാനി സഭ മാർത്തമറിയം വലിയ പള്ളിയിൽ വിശുദ്ധ കുരിശിന്റെ തിരുനാളിന്റെ കൊടിയേറ്റം വികാരി ഫാദർ KR ഈനാശു നിർവഹിച്ചു. ഫാദർ ഡെൽമിൻ ഡേവിസ്, തിരുനാൾ കമ്മിറ്റി കൺവീനർ EI റോയ് കൈക്കാരൻ, സോജൻ P. ജോൺ, ജോർജ് ജോയ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 11, 12, 13 തീയതികളിലാണ് തിരുനാൾ. ഗൃഹപ്രവേശത്തോടനുബന്ധിച്ച് അശരണര രോഗികൾക്ക് ആശുപത്രി ഉപകരണങ്ങൾ നൽകി മാതൃകയായി കുടുംബം. ചിറ്റിശ്ശേരി സ്വദേശി കക്കാട്ടുവീട്ടിൽ വിനോദാണ് ഗൃഹപ്രവേശത്തിന് ഉപകരണങ്ങൾ നൽകിയത്. കല്ലൂർ സൗഹൃദ യുവസംഗമ പ്രവർത്തകർ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. വാണിജ്യം. ഓണം കളറാക്കാൻ വൈവിധ്യമാർന്ന ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ കമനീയ ശേഖരവുമായി വാഫി ടെക്സ്റ്റൈൽസ് പറപ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പറപ്പൂർ തോളൂർ റോഡിൽ ടിൻ ടവർ ബിൽഡിംഗിലാണ് വാഫി ടെക്സ്റ്റൈൽസ് വസ്ത്രവിസ്മയം ഒരുക്കിയിട്ടുള്ളത്. പുലികളിയുടെയും ശിങ്കാരിമേളത്തിന്റെയും അകമ്പടിയോടെ ഓണാവേശം പകർന്നാണ് വാഫി ടെക്സ്റ്റൈൽസിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടന്നത്. മണലൂർ MLA മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി, ഫുട്ബോൾ താരം CV പാപ്പച്ചൻ, സിനിമാ താരങ്ങളായ ഹരിശ്രീ അശോകൻ, ലിഷോയി, നിശാന്ത് സാഗർ, ജോജൻ കാഞ്ഞാണി, അവാർഡ് ജേതാവ് വർഗീസ് തരകൻ, സന്തോഷ് ട്രോഫി അസിസ്റ്റന്റ് കോച്ച് അസീസ് പണിക്കവീട്ടിൽ,
മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, തോളൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന വിൽസൺ, വാഫി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ സജീവ് മാധവൻ, ഡയറക്ടർ മാളവിക സജീവ് മാധവൻ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കുന്ന വിപുലമായ കളക്ഷനുകളാണ് വാഫി ടെക്സ്റ്റൈൽസിൽ ഒരുക്കിയിട്ടുള്ളത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും വസ്ത്രസങ്കല്പങ്ങൾക്ക് ഇണങ്ങുന്ന ഓണക്കോടികളുടെയും ഫാഷൻ വസ്ത്രങ്ങളുടെയും അവിസ്മരണീയ ശേഖരം വാഫി ടെക്സ്റ്റൈൽസിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ സ്വർണ്ണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6660 രൂപ, പവന് 53,280 രൂപ, വെള്ളി ഗ്രാമിന് 89 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3153 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പുല്ലൂരിൽ 6 കിലോ കഞ്ചാവുമായി 3 പേർ പോലീസ് പിടിയിൽ. വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത്. മനക്കുടി പുള്ളുപാലത്തിന് സമീപം പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലം കയ്യേറി റോഡരികിൽ തട്ടുകട നിർമ്മാണം. തട്ടുകടകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെട്ട് അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത്. ഗുരുവായൂരിൽ റെക്കോർഡ് താലികെട്ട്. ക്ഷേത്രസന്നിധിയിൽ നടന്നത് 334 വിവാഹങ്ങൾ. കൃഷിക്ക് പമ്പിംഗ് നടത്താൻ ലക്ഷ്യമിട്ട് ചാഴൂർ പഞ്ചായത്തിലെ പുള്ളിൽ പൈലറ്റ് പ്രോജക്റ്റായി സ്ഥാപിച്ച സോളാർ പ്ലാന്റ് നോക്കുകുത്തിയായി. അനർട്ടിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി കർഷകർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.